ചാമ്പ്യൻസ് ട്രോഫിയിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി അഫ്ഗാനിസ്ഥാൻ. ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാൻ വൻ കുതിപ്പ് നടത്തിയത് 2023 ലോകകപ്പിന് ശേഷമാണ്. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയെങ്കിലും തുടർന്ന് ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, സിംബാബ്വെ, അയർലൻഡ് ടീമുകൾക്കെതിരെ പരമ്പര നേടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയത് ICC റാങ്കിൽ ആദ്യ 5-ലുള്ള ഒരു ടീമിനെതിരായ അഫ്ഗാനിസ്ഥാന്റെ ആദ്യ പരമ്പരാ വിജയം കൂടിയായിരുന്നു. സ്പിൻ ബോളിംഗിന് ഏറെ വളക്കൂറുള്ള പാകിസ്ഥാനിലെ 2 സ്റ്റേഡിയങ്ങളിലാണ് അഫ്ഗാനിസ്ഥാന്റെ 3 ഗ്രൂപ്പ് മത്സരങ്ങളും. റഷീദ് ഖാനും മുഹമ്മദ് നബിയും നൂർ അഹമ്മദും ഉൾപ്പെടുന്ന സ്പിൻ നിര എതിർ ടീമുകളെ വെള്ളം കുടിപ്പിക്കും. ബാറ്റിംഗിലും ബോളിംഗിലും ഉജ്ജ്വല ഫോമിൽ തുടരുന്ന അസ്മത്തുള്ള ഒമർസായിയാണ് ടൂർണമെന്റിൽ അഫ്ഗാന്റെ വലിയ പ്രതീക്ഷ. ഏകദിനത്തിൽ 2024 ICCയുടെ പ്ലെയർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഒമർസായി കഴിഞ്ഞ വർഷം 17 വിക്കറ്റുകളും 417 റൺസുമായി ഉജ്ജ്വല ഫോമിലാണ്. 2024 11 ഇന്നിംഗ്സുകളിൽ നിന്ന് 3 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയുമാണ് ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസിന്റെ നേട്ടം. അഫ്ഗാനിസ്ഥാന്റെ ആശങ്കകളെല്ലാം ബാറ്റിംഗിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും മധ്യനിര ബാറ്റിംഗിലെ തകർച്ച അഫ്ഗാന് തിരിച്ചടിയായിരുന്നു. മധ്യനിരയുടെ ഫോമില്ലായ്മ ടോപ്പ് ഓർഡർ ബാറ്റിംഗ്മാരിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ചാമ്പ്യൻസ് ട്രോഫി ടീമുകളിൽ പവർ പ്ലേ ബാറ്റിംഗിലെ മോശം സ്ട്രൈക്ക് റേറ്റ് അഫ്ഗാനിസ്ഥാന്റേതാണ്. നവീൻ ഉൽ ഹഖ് വിരമിച്ചതോടെ ഡെത്ത് ഓവർ ബോളിംഗിലും അഫ്ഗാന്റെ കരുത്ത് ചോർന്നു. അട്ടിമറി വിജയങ്ങൾ അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ജനിതക സ്വഭാവമാണ്, പ്രത്യേകിച്ച് ICC ടൂർണമെന്റുകളിൽ. കഴിഞ്ഞ 2020 ലോകകപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയ വിസ്മയ കുതിപ്പിലൂടെ ലോകത്തെ ഞെട്ടിച്ച അഫ്ഗാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ അരങ്ങേറ്റത്തിനൊരുങ്ങുമ്പോൾ വമ്പൻ ടീമുകളുടെ ഉള്ളു പിടിക്കുന്നത് സ്വാഭാവികമാണ്. 16 വർഷമായി അഫ്ഗാനിസ്ഥാൻ ടീമിൽ കരുത്തായ മുഹമ്മദ് നബി ചാമ്പ്യൻസ് ട്രോഫിയുടെ വിരമിക്കൽ ഒരുങ്ങുകയാണ് ഇപ്പോൾ. വെറ്ററൻ താരത്തിന് വിരോചിത യാത്രയപ്പ് നൽകാൻ സർവ്വം മറന്നു പോരാടുന്ന അഫ്ഗാനിസ്ഥാൻ ടീം ഇത്തവണ ആരുടെയൊക്കെ വഴിമുട്ടിക്കുമെന്ന് കണ്ടറിയണം.